മരണത്തിന്റെ സമയത്തുള്ള വസിയത്തുകളെ ആളുകൾ പൊതുവെ വളരെ ഗൗരവമായിട്ടാണ് കാണാറുള്ളത്. ഒരാൾ മരിക്കാൻ സമയത്ത് ഇന്ന കാര്യങ്ങൾ വസിയത്ത് ചെയ്തു എന്ന് പറയുമ്പം അയാൾ പറഞ്ഞ മറ്റുള്ളതിനേക്കാൾ മറ്റു വാക്കുകളെക്കാൾ കുറച്ചുകൂടി ഗൗരവമായിട്ടാണ് അതിനെ നമ്മൾ പരിഗണിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വസിയത്ത് നബി ചെയ്തു എന്നറിയാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ സൂറത്തു അൻആമിലെ 151, 152, 153 ആയത്തുകൾ അത് ഓതാനാണ്, അത് മനസ്സിലാക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖ് നഹ്നു നർസുഖുകും വഇയ്യാഹും വലാ തഖ്റബുൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തൻ വലാ തഖ്തുലു നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അങ്ങനെ ഒട്ടേറെ കൽപ്പനകൾ ഈ 2 ആയത്തുകളിൽ 3 ആയത്തുകളിലായിട്ട് ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തഅഖിലൂൻ. അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന വസിയത്താണിത് എന്ന് പറഞ്ഞിട്ടാണ് ഈ 3 ആയത്തും അള്ളാഹു അവസാനിപ്പിക്കുന്നത്. ദാലികും വസ്വാകും ബിഹി. കുറെ കാര്യങ്ങൾ പറയണം. നീ ശിർക്ക് ചെയ്യരുത്, മാതാപിതാക്കളെ ബഹുമാനിക്കണം, പിന്നെ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് സന്താനങ്ങളെ കൊന്നുകളയരുത്, നിങ്ങൾ കൊല നടത്തരുത്, നിങ്ങൾ മ്ലേച്ഛവൃത്തികൾ പ്രത്യക്ഷവും പരോക്ഷവുമായ തോന്നിവാസങ്ങൾ പ്രവർത്തിക്കരുത്, അതേപോലെ തന്നെ നിങ്ങൾ യതീമിന്റെ മുതൽ തിന്നരുത്, വലാ തഖറബൂ മാലൽ യതീമി ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ, പിന്നെ അളവ് തൂക്കത്തിൽ കൃത്രിമം കാണിക്കരുത്, നീതി പാലിക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നിങ്ങൾക്ക് ഇതൊക്കെ വസിയത്ത് നൽകുന്നത്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു, ഇതാണ് സിറാത്തൻ മുസ്തഖീം, ഏറ്റവും ശരിയായ മാർഗം, അത് നിങ്ങൾ പിൻപറ്റണമെന്നാണ്. വലാ തത്തബിഉസ് സുബുല ഫതഫറക ബികും അൻ സബീലിഹി, മറ്റു മാർഗങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ പിൻപറ്റരുത്, കാരണം അതിൽ നിങ്ങൾ ചിതറിപ്പോകുമെന്നാണ്. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, അതാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന വസിയത്ത്, ഉപദേശം. അപ്പൊ ഈ ഒരു 3 ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന സന്ദർഭത്തിൽ അവിടുത്തെ ആളുകൾക്ക്, അവിടുത്തെ പിൻഗാമികൾക്ക് എന്തെങ്കിലും ഒരു വസിയത്ത് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ 3 ആയത്തുകൾ പഠിക്കട്ടെ, അതിലുള്ള ഉപദേശങ്ങൾ മനസ്സിലാക്കട്ടെ എന്നാണ് മഹാനായ സഹാബി വര്യൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ശരിയായ മാർഗമാണ് ഒരാൾ മുസ്ലിമായി ജീവിക്കുക എന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാണെന്ന് അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ആ പ്രവാചകനെ ജീവിതത്തിൽ ഉടനീളം ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ പഠിപ്പിച്ചത് മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ടുള്ളത്. അതുകൊണ്ട് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ട വിഷയം ശിർക്കാണ്. അള്ളാഹു അല്ലാത്ത ആരാധിക്കുക എന്നത്, ബഹുദൈവ വിശ്വാസവുമായി എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ബന്ധം വരിക എന്നത് വളരെ ഗൗരവത്തിൽ കാണേണ്ടവരാണ് സത്യവിശ്വാസികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരാള് ചോദിക്കണം. ഇപ്പൊ ജാഹിലിയത്തിൽ അവർ നേർച്ച നേറും, ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനാണ് നേർച്ച. അപ്പൊ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ നേർച്ച വീട്ടേണ്ടതുണ്ടോ എന്ന് പലപ്പോഴും സഹാബികൾ വന്ന് നബിയോട് ചോദിക്കാറുണ്ട്. കാരണം അള്ളാഹുവിനാണ് നേർച്ച എന്ന് പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിനുള്ള നേർച്ച അത് ഇസ്ലാമിലേക്ക് വന്നാലും അതെന്താണ്, അത് പാലിക്കേണ്ടതുണ്ടല്ലോ. അപ്പൊ അത് പൂർത്തിയാക്കേണ്ടതുണ്ടോ എന്ന് അന്വേഷിക്കാൻ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് സഹാബത്ത് വരാറുണ്ട്. അപ്പൊ ബുവാന എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വെച്ച് ഒരു നേർച്ച, ഒരു ബലിമൃഗത്തെ അറുക്കാൻ ഒരാൾ നേർച്ച നേർന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ നേർച്ച വീട്ടേണ്ടതുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ച 2-3 ചോദ്യങ്ങളാണ്. ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഒന്നാമതായി ചോദിച്ചത്, അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന വല്ല ബിംബങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. എന്തെങ്കിലും ഒരു ബിംബം
അല്ലെ? പണ്ട് അവിടെ നേർച്ച നേർന്നിന് അവിടെ അങ്ങനെ ആരാധനാ കേന്ദ്രമായിട്ട് അങ്ങനെ അറിയപ്പെട്ടൊരു മഷഹൂറായ കേന്ദ്രമാണോന്ന്. അപ്പൊ അല്ല, അങ്ങനെ ഒരു വിഗ്രഹങ്ങളൊന്നും അവിടെ അല്ല. അവിടെ എന്തെങ്കിലും ആഘോഷങ്ങൾ നടക്കുന്നുണ്ടോ എന്നല്ല ചോദിച്ചത്, നടന്നിരുന്നോ എന്നാ ചോദിച്ചത്. എന്തെങ്കിലും വല്ല ആഘോഷങ്ങൾ, ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട കൊല്ലം കൊല്ലം നടന്നു വരുന്ന വല്ല പരിപാടികൾ, നമ്മൾ നേർച്ച, ആണ്ട്, ഉറൂസ്, പല ജാതി ആഘോഷങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ വല്ല ആഘോഷങ്ങളും അവിടെ നടന്നിരുന്നോ എന്നാ ചോദിച്ചത്. ഇപ്പൊ നടക്കണ്ടോ എന്നല്ല ചോദിച്ചത്, നടന്നിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോ അങ്ങനെ ഒരു വിഗ്രഹം അവിടെ ഉണ്ടായിരുന്നില്ല. ഒരാഘോഷങ്ങൾ മുമ്പ് അവിടെ നടന്നിരുന്നു, നടന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ശിർക്ക് ജീവിതത്തിൽ സംഭവിക്കാതെ, ശിർക്കിനോട് ഒരു തരത്തിലും എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ആലോചിക്കുക. അവിടെ അള്ളാഹുവിന് വേണ്ടി നൽകപ്പെടുന്ന ഒരു ബലി അവിടെ വെച്ച് നൽകപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ, അവിടെ വല്ല ഉത്സവം നടന്നിരുന്ന സ്ഥലം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണ്ട് വലിയ ബഹുദൈവ ആരാധനാ കേന്ദ്രമായിരുന്ന വല്ല വിഗ്രഹങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നെങ്കിൽ അത് പിന്നീട് എന്ത് ചെയ്യും, വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കും. വലിയ അള്ളാഹുവിൻ്റെ ആണെങ്കിലും അത് വലിയ പ്രയാസം ഉണ്ടാക്കും, ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ സൃഷ്ടിക്കും. അപ്പൊ അത് സൃഷ്ടിക്കാതിരിക്കാൻ എത്ര സൂക്ഷ്മമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയം കൈകാര്യം ചെയ്തത്, അല്ലേ? താങ്കളും അള്ളാഹുവും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞ സഹാബിയോട് അത് തിരുത്താനാണ് പറഞ്ഞത്. അജഅൽത ലില്ലാഹി നിദ്ദൻ, നീ അള്ളാഹുവിന് സമന്മാരുണ്ടാക്കണോ? ഇത് അള്ളാഹു റസൂലും വിചാരിച്ചാൽ എന്ന് പറയല്ലോ. നമ്മൾ മൊലാളിമാരോടൊക്കെ ചില ആൾക്കാർ പറയും, നിങ്ങളും പടച്ചോനും വിചാരിച്ചാൽ നടക്കും എന്ന് പറയും, അല്ലേ? നിങ്ങളും പടച്ചോനും വിചാരിച്ചാൽ, സുഖിപ്പിച്ച് പറയണാണ്, നിങ്ങളും പടച്ചോനും വിചാരിച്ചാൽ നടക്കുന്നു. നബിനോട് വന്നിട്ട് പറയണം, നിങ്ങളും പടച്ചോനും വിചാരിച്ചാൽ നടക്കുന്നു. നബി തിരുത്തി, അള്ളാഹുവിലേക്ക് എന്നെ ചേർത്ത് പറയരുത് എന്നാണ്. സയ്യിദ് എന്ന് വിളിച്ചു നബിന്റെ വന്നിട്ട് സഹാബി, നമ്മൾ സയ്യിദുനാ മുഹമ്മദ് എന്നൊക്കെ പറയണാണ്. നബിന്റെ അടുത്ത് അൻത സയ്യിദുൻ, താങ്കൾ ഞങ്ങളുടെ യജമാനനാണ് എന്ന് പറഞ്ഞു. നബി തിരുത്തി, എന്നെ സയ്യിദ് എന്ന് വിളിക്കരുത്, സയ്യിദ് പടച്ചോനാണ്. നമ്മുടെ എല്ലാവരുടെയും യജമാനാരാണ്? അള്ളാഹുവാണ്. നിങ്ങൾ എന്നെ സയ്യിദ് എന്ന് വിളിക്കരുത്. അപ്പൊ അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂക്ഷ്മത പുലർത്തിയ വിഷയമാണ്. ശിർക്ക് കടന്നു വരുന്ന വഴികൾ കംപ്ലീറ്റ് ഇസ്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ശിർക്ക് ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ജീവിതത്തിലുടനീളം ജാഗ്രത പുലർത്തേണ്ടത്. ഞാൻ അതോടെ ഈ സമയത്ത് പറയണം എന്തുകൊണ്ട് വെച്ചാല്, നമ്മുടെ നാട്ടിൽ കുറെ ബഹുദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ളൊരു നാടാണ്, ബഹുദൈവതയുടെ നാടാണ്. ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കുക എന്നതിൽ എന്താണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് ചോദിച്ചാൽ, അതിപ്പോ പറഞ്ഞാൽ, വോയിസ് ഇട്ടാൽ, പ്രസംഗിച്ചാലൊക്കെ ഇപ്പോ എന്താണ് കേസെടുക്കുന്ന, അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്ത് സംഭവിച്ചാലും ആരൊക്കെ ഓലിപ്പം എന്താ വിചാരിക്കുന്നത്, ഓലൊന്നും വിചാരിക്കൂല. അള്ളാഹുവും റസൂലും എന്ത് പഠിപ്പിച്ചോ അതനുസരിച്ച് ജീവിക്കാനാണ് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഒരു വിശ്വാസിക്കുള്ള പരീക്ഷണം എന്ന് പറഞ്ഞത്. ഇഹലോക ജീവിതത്തിലെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഏതൊരു സാഹചര്യത്തിലും അള്ളാഹുവിനോടും റസൂലിനോടും കൂറുള്ളവനായി അള്ളാഹുവും റസൂലും എന്ത് പഠിപ്പിച്ചോ അതനുസരിച്ച് നിലപാടെടുക്കാനും ജീവിക്കാനും നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം. ഈ ജീവിതത്തിലെ പരീക്ഷണം അതാണ്, ഈ ജീവിതത്തിന്റെ നിലപാടതാണ്. നമ്മൾ ഈ അല്ലാഹു അക്ബർ എന്നിങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്നത്, അല്ലേ? വാങ്കുളിക്കും എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്, വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നാണ്. ഇതിവിടെ എല്ലാവരും കേൾക്കുന്നുണ്ട്. എന്തിനാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ, മുഹമ്മദ് അവന്റെ റസൂലാണ് എന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് എന്താണ് മുഅദ്ദിനെ വിളിച്ചു പറയുമ്പം അതിനെ നമ്മൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട്, അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് നമ്മളത് ഏറ്റുചൊല്ലുന്നത് എന്തിനാണ്? അത് ജീവിതത്തിന്റെ ഒരു നിലപാടാണ്. അതിങ്ങനെ വെറുതെ നമ്മൾ എന്തെങ്കിലും റിച്വൽസ് ചെല്ലണമാതിരി വെറുതെ ചെല്ലിവിടാനുള്ളതല്ല. അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിന്റെ നിലപാടാണ്. അതുകൊണ്ട് ബഹുദൈവ ആരാധനയുമായി ഒരു സത്യവിശ്വാസിക്ക് യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. ഇത് ഒഴിഞ്ഞു നിൽക്കേണ്ടവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അള്ളാഹു ആരാധനക്കർഹൻ എന്നതല്ല, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. അള്ളാഹു അല്ലാതെ മറ്റൊന്നും ആരാധനക്കർഹരല്ല. ലാ ഇലാഹ, ഒരു ഇലാഹും തന്നെ ഇല്ല, ഒരു തലത്തിലുള്ള ആരാധ്യനുമില്ല. ആരാധനക്കർഹനായിട്ട് ആരാധനയുടെ ഒരംശം പോലും നൽകാൻ പറ്റിയ ഒരാളും തന്നെ ഇല്ല എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ. അതുകൊണ്ട് അള്ളാഹു പ്രാർത്ഥന കേൾക്കുന്നു പറയുമ്പം മമ്പുറത്തെ തങ്ങൾ പ്രാർത്ഥന കേൾക്കൂല എന്നാണ്. അതങ്ങനെ തന്നെ പറയണം. അതിനെന്തിനു മടി, അല്ലേ? മമ്പുറം തങ്ങൾ പ്രാർത്ഥന കേൾക്കൂല, അല്ലെങ്കിൽ മരിച്ചു മൺമറഞ്ഞു പോയ ഈ ഒരു മഹാനും
അല്ലെ, ഒരു ജിന്നാകട്ടെ, മലക്കാകട്ടെ, ഇൻസാകട്ടെ, ജീവിച്ചവരാകട്ടെ, മരിച്ചവരാകട്ടെ, അവരാരും പ്രാർത്ഥന കേൾക്കൂല, അള്ളാഹ് മാത്രമേ കേൾക്കുള്ളൂ. അതുകൊണ്ട് ആരാധനയുടെ ഒരംശവും അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് ചേരാൻ പാടില്ല. അതിൽ ഏറ്റവും സൂക്ഷ്മത പുലർത്തേണ്ടവനാണ് ഒരു സത്യവിശ്വാസി. അതുകൊണ്ട് ബഹുദൈവ ആരാധനകളുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ആഘോഷത്തിലും ഒരു വിശ്വാസിക്ക് പങ്കെടുക്കാവുന്നതല്ല എന്നതാണ് ഇസ്ലാമിന്റെ ഏറ്റവും ശരിയായ നിലപാട്. ഏറ്റവും ശരിയായ നിലപാട് അതാണ്. കാരണം എന്താ വെച്ചാൽ ബഹുദൈവ ആരാധനയുമായി ഒരു മുസ്ലിമിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അതാണ് ലാ ഇലാഹ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ തൗഹീദാണ്. തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതാണ്. അള്ളാഹു പ്രാർത്ഥന കേൾക്കുന്നല്ല, അള്ളാഹു ആരാധനക്കർഹനാണ് എന്നല്ല, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. അള്ളാഹു അല്ലാതെ മറ്റൊന്നും ഇലാഹ അല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ തരത്തിലുള്ള ബഹുദൈവ ആരാധനകളുമായുള്ള ഐതിഹ്യങ്ങളുമായിട്ടൊരു വിശ്വാസിക്ക് ഒരു തരത്തിലും എന്ത് ചെയ്യാൻ പറ്റൂല, അംഗീകരിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും യാതൊരു വർഗീയതയില്ല. നമ്മൾ മുസ്ലിമാണ്, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നു, നമ്മൾ 5 നേരം ബാങ്ക് മൈക്കിട്ടി വിളിച്ചു പറയണ എന്തിനാണ്? അത് നമ്മുടെ നിലപാടാണ്. നമ്മുടെ എല്ലാവർക്കും അറിയാം അള്ളാഹു അല്ലാത്തതിനെ ആരാധിക്കുന്നവരല്ല മുസ്ലിങ്ങൾ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും ആരും ഒന്നും വിചാരിക്കുന്നില്ല. നമ്മളായിട്ട് ഇങ്ങനെ പറഞ്ഞ് ഞമ്മക്കെന്തോ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കയറിയിട്ട് പറയണത്, അല്ല നമ്മാരും നമ്മളെപ്പറ്റി ഒരു വർഗീയതയും അങ്ങനെ വിചാരിക്കില്ല. നമ്മളിപ്പോ അത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ എന്താ ഇപ്പോൾ ആഘോഷം? ആഭാസങ്ങളാണ്, ആഘോഷമല്ല. ഈ നടക്കുന്നതൊക്കെ എന്താണ്? ആഭാസങ്ങളാണ്. സ്ത്രീ പുരുഷന്മാർ കൂടിക്കലർന്ന് പാട്ടും കൂത്തും ഇവിടെ നടക്കുന്ന സകലവിധ ആഘോഷങ്ങളും ആഭാസങ്ങളും തോന്നിവാസങ്ങളുമാണ്. അതിലെന്താ സംശയമുള്ളത്? അതിലൊരു നിലക്ക് അത് വലിയ ശിർക്കായിട്ടല്ല, അത് ശിർക്കല്ലാത്തതാണെങ്കിലും അതിലൊരു വിശ്വാസിക്ക് പങ്കെടുക്കാൻ പാടില്ല. അതിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടവനാണ്, അതിൽ നിന്ന് അകന്ന് നിൽക്കണം. അത് സഹോദരങ്ങളെ, അത് നമുക്ക് അത് പറയാൻ പറ്റുന്നിടത്ത് നമ്മൾ പറയണം, തടയാൻ പറ്റുന്നിടത്ത് തടയണം. നമ്മളെ വീട്ടില് അത് നമുക്ക് അധികാരമുള്ള സ്ഥലമാണ്, അവിടെ പറ്റൂല അല്ലെ? എന്റെ ഓഫീസ്, ഞാനാണ് എന്റെ അധികാരി എന്നുണ്ടെങ്കിൽ, ഞാൻ എന്റെ അണ്ടറിൽ എന്റെ സ്വകാര്യ സ്ഥാപനം എന്റെ അധികാരത്തിൽ പെട്ടെന്നാണെങ്കിൽ അത് പ്രഖ്യാപിക്കണ്, അത് തടയാൻ പറ്റുമെങ്കിൽ അത് തടയണം. അത് കൈകൊണ്ട് തടയില്ല, അതിന് വിശ്വാസം, അതാണ് ഈമാൻ. അത് പറ്റൂലെങ്കിൽ നാവ് കൊണ്ട്, അതുകൊണ്ട് പറ്റൂലെങ്കിലോ അതിൽ നിന്ന് മാറി നിൽക്കണം. അതിനും പറ്റൂലെങ്കിൽ അത് മനസ്സിലെങ്കിലും ഒരു വെറുപ്പ് വേണം. ഇതെന്താ പറയുക? ഇതെല്ലാം നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. ഇതൊക്കെ നോർമലായിട്ട് ഇതൊക്കെ മുസ്ലിമിനാകാമെന്നും ഇതൊക്കെ ദീനിന്റെ ഭാഗമാണ് എന്ന് തോന്നി തുടങ്ങുന്ന രൂപത്തിലേക്ക് നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താ പറയുക? ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് സംസാരിക്കാത്തത് കൊണ്ടും തടയേണ്ട ആളുകൾ അത് തടയാത്തത് കൊണ്ടാണ്. നിങ്ങൾ എന്തുകൊണ്ട് കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും നല്ല സമുദായം, ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട. കാരണം എന്താ? നിങ്ങൾ തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരാണ്, സദാചാരം കൽപ്പിക്കുന്നവരാണ്. ഏറ്റവും നല്ല നന്മ എന്താണ്? ഏറ്റവും നല്ല നന്മ തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ദുരാചാരം വതൻഹൗന അനിൽ മുൻകർ, അല്ലേ, മ്ലേച്ഛവൃത്തികളും നീചകൃത്യങ്ങളും നിങ്ങൾ വിരോധിക്കേണ്ടവരാണ്, മോശമായ ദുരാചാരങ്ങളെ വിലക്കേണ്ടവരാണ് നിങ്ങൾ. ഏറ്റവും വലിയ ദുരാചാരം എന്താണ്? അശ്ശിർക്കു ബില്ലാഹ്. നിങ്ങളെ സൃഷ്ടിച്ചതും നിങ്ങളെ സംരക്ഷിക്കുന്നതും നിങ്ങളെ പരിപാലിക്കുന്നതും അള്ളാഹു ആയിരിക്കെ അള്ളാഹു അല്ലാത്തതിന് പങ്കു ചേർക്കുക എന്നതാണ് ഏറ്റവും വലിയ പാപം, ഏറ്റവും വലിയ മോശത്തരം. ഇന്ന ശിർക ലദുൽമുൻ അളീം, ഏറ്റവും വലിയ പാപം അത് ശിർക്കാണെന്നാണ്. ശിർക്ക് ചെയ്തവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കൂല, അവൻ കാലാകാലം നരകത്തിലായിരിക്കും. ബാക്കി എന്ത് തോന്നിയാസങ്ങൾ ചെയ്താലും അത് അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ അത് ആത്മാർത്ഥമായി തൗബ ചെയ്താലും പടച്ചവൻ പുറത്തു തരും. അല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ഇത് കാണേണ്ടതുണ്ട്. ഇതെന്തെങ്കിലും വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി പറയണല്ല. ഇത് നമ്മൾ മനസ്സിലാക്കുന്ന ആദർശം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് ഫോളോ ചെയ്യാനും അതനുസരിച്ച് ജീവിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് അത് നമ്മൾ ഒരിക്കലും വിസ്മരിച്ചുകൂടാ. നിങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുക എന്നത് അത് ജീവിതത്തിൽ ആ റസൂലിനെ ഫോളോ ചെയ്യുന്നതിലൂടെയാണ്. ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കി അത് ഫോളോ ചെയ്ത് അനുസരിച്ച് പ്രായോഗികമായി ചെയ്ത് ജീവിക്കുന്നതിലൂടെയാണ്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നെ, അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കണമെങ്കിൽ ആ പ്രവാചകനെ എന്നെ നിങ്ങൾ പിൻപറ്റണം എന്നാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ശിർക്കിനോട് ബന്ധമുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ഒരു വിശ്വാസിക്ക് സാധിക്കൂല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അള്ളാഹു ദീന് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന മൗലിദുൻ നബി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാസമാണ് ഈ റബീഉൽ അവ്വൽ. നമുക്കെല്ലാവർക്കും അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മ തിന്മ അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണിച്ചു തന്നു. പ്രായോഗികമായി 23 വർഷം നമുക്കിടയിൽ ജീവിച്ച് കൃത്യമായിട്ട് ഈ ദീന് നമുക്ക് പഠിപ്പിച്ച് അൽ യൗമ അക്മൽതു ലക്കും എന്ന ആയത്തോടുകൂടി ആ ദീനെ നമുക്ക് പൂർത്തിയാക്കി തന്ന്, അതുകൊണ്ട് ആ പ്രവാചകനെ അനുസരിക്കാൻ വേണ്ടിയാണ്, ആ പ്രവാചകനെ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്
ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് കാരുണ്യമായി കൊണ്ട് ആ പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചത്. അള്ളാഹുവിനെ അനുസരിക്കണമെന്ന് എവിടെയൊക്കെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ആ പ്രവാചകനെ കൂടി അനുസരിക്കണമെന്ന് കൂട്ടി പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അംഫാൽ മാത്രം എടുത്ത് നോക്കിയാൽ 3 വട്ടാണ് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. സൂറത്തു മുജാദല, സൂറത്തു ആലു ഇമ്രാനിൽ 2 വട്ടം, സൂറത്തു നൂറിൽ 1 വട്ടം, സൂറത്തു ഫതഹിൽ, സൂറത്തു അഹ്സാബിൽ, അങ്ങനെ പല സ്ഥലത്തും ഖുർആനിൽ നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കണമെന്ന് കൃത്യമായിട്ട് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലേ? ആ പ്രവാചകൻ എങ്ങനെ? ആ പ്രവാചകൻ ആ പ്രവാചകൻ വഹി അനുസരിച്ചാണ് സംസാരിച്ചത്. ആ പ്രവാചകൻ വഹി അനുസരിച്ചാണ് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്, സഹാബത്തിനെ പഠിപ്പിച്ചത്, ജീവിച്ച് കാണിച്ചു തന്നത്. അല്ലേ? ആ പ്രവാചകനെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് താങ്കൾ പ്രവാചകരെ എന്ന് സർട്ടിഫിക്കറ്റ് നൽകി. ആ പ്രവാചകനെ ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃക ആ പ്രവാചകനിൽ ഉണ്ട് എന്ന്. ഇതൊന്നും അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കല്ല. ആ പ്രവാചകന്റെ ജീവിതം അതേപോലെ വള്ളി പുള്ളി മാറ്റമില്ലാതെ, നിങ്ങൾ ആലോചിക്ക്, 1400 വർഷങ്ങൾക്ക് ഇപ്പുറം നിന്നുകൊണ്ട് അതേപോലെ ആ പ്രവാചകൻ എങ്ങനെ ജീവിച്ചോ അതേപോലെ അറിയാനും മനസ്സിലാക്കാനും പകർത്താനും പറ്റിയ രൂപത്തിൽ നമുക്ക് മുമ്പിൽ ഇത്രയും തെളിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം ചരിത്രത്തിൽ ഒരാളെ അങ്ങനെ കാണാൻ സാധ്യമല്ല. വലിയ വലിയ ആളുകളൊക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും ഒപ്പിയെടുക്കപ്പെട്ട, പകർത്തിയെടുക്കപ്പെട്ട ആളുകൾ അതനുസരിച്ച് ജീവിതം കൊണ്ട് ഏറ്റെടുത്ത ഒരു വ്യക്തിത്വം ലോക ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ പ്രവാചകനെ നമുക്ക് മാതൃകയാക്കി എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനും പഠിക്കാനും പകർത്താനും ആർക്കും പകൽ വെളിച്ചം പോലെ അത് ഇങ്ങനെ പച്ചയായി കിടക്കുകയാണ്. 1400 വർഷം പിന്നിടുമ്പോഴും അതിൽ എന്തില്ല ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ലൈലുഹാ കനഹാരിഹ, അതിന്റെ രാത്രി പകൽ പോലെ ശോഭിതമാണ്, അതിൽ ഓടി വിരുട്ടില്ല, രാത്രി പോലും വെളിച്ചം പോലെയാണെന്നാണ്. അതാണ് ദീന്റെ പ്രത്യേകത. അങ്ങനെയാണ് സഹാബികൾക്കിടയിൽ പ്രവാചകൻ ജീവിച്ചത്. സഹാബികൾ അങ്ങനെയാണ് പ്രവാചകനെ കണ്ടത്, ഒപ്പിയെടുത്തത്, പകർത്തിയെടുത്തത്. ആ സഹാബികൾ താബീങ്ങൾക്ക് അങ്ങനെയാണ് ദീന് പഠിപ്പിച്ചത്. താബീകൾ അതേപോലെയാണ് ദീനിനെ നിലനിർത്തിയത്. 1400 വർഷമായിട്ട് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്തു വന്നിട്ട് ഇന്നും അതേപോലെ അത് നിലനിൽക്കുകയാണെന്ന് പറയുമ്പം വലിയ മഹത്തായ മാതൃകയാണ് ലോകാവസാനം വരെയുള്ള ആളുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എത്തിച്ചിട്ടുള്ളത്. എന്നാണ് ആ പ്രവാചകൻ ജനിച്ചത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധ്യമല്ല. എന്നാണ് പ്രവാചകൻ ജനിച്ചത് എന്ന് ചരിത്രത്തിൽ എവിടെയും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ക്രിസ്താബ്ദം 570 എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, 571 എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ആനക്കര വർഷം എന്ന് പറയുന്നവരുണ്ട്, അതിന് 15 വർഷം മുമ്പാണെന്ന് പറയുന്നവരുണ്ട്. അല്ലെ? മാസമേതാണ്, ഏത് മാസത്തിൽ ജനിച്ചു എന്ന് പോലും ചരിത്രത്തിൽ കൃത്യമായി അഭിപ്രായ ഐക്യമില്ല. 5 അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാൻ പറ്റും. മുഹറാന്ന് പറഞ്ഞവരുണ്ട്, സഫറാണെന്ന് പറഞ്ഞവരുണ്ട്, റബീഉൽ അവ്വലാണെന്ന് പറഞ്ഞവരുണ്ട്, റജബാണെന്ന് പറഞ്ഞവരുണ്ട്, റമദാനാണെന്ന് പറഞ്ഞവരുണ്ട് ചരിത്രത്തിൽ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോൾ പ്രവാചകനായിട്ടല്ല ജനിച്ചത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി ജനിക്കുന്ന സന്ദർഭത്തിൽ ആർക്കും അറിയില്ല ഇത് പ്രവാചകനാകാൻ പോണ ആളാണ്. അതുകൊണ്ട് തന്നെ ജന്മദിനം ആരും കൃത്യമായിട്ട് ഓർത്തു വെച്ചിട്ടില്ല. പിന്നെ ജന്മദിനം രേഖപ്പെടുത്തി വെക്കുന്ന ഒരു സമ്പ്രദായം അറബികൾക്കിടയിലില്ല. അതുകൊണ്ട് തന്നെ തീയതി കൃത്യമല്ല. 7 അഭിപ്രായങ്ങൾ കാണാൻ പറ്റും. അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞു ഏത് മുഹറത്തിൽ ഏതാണെന്നുള്ളത്. അല്ലെ? ഓരോ മാസം ഏതാണെന്നുള്ളത് തന്നെ വ്യത്യസ്തമായ അഭിപ്രായം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ജന്മദിനത്തെ കുറിച്ച് ആർക്കും തർക്കമില്ലാത്ത, എല്ലാവർക്കും യോജിപ്പുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഇജ്മാ ഉള്ള, അഭിപ്രായ ഐക്യമുള്ള, അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു കാര്യമുണ്ട്. അതെന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് തിങ്കളാഴ്ചയാണെന്നുള്ളത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ അബീ ഖതാദ അൽ അൻസാരി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സൗമി ഇസ്നൈൻ ഫഖാല ഫീഹി വുലിതു വഫീഹി ഉൻസില അലയ്യ. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുക്കുന്നതിനെ പറ്റി ചോദിച്ചു. ആഴ്ചയിൽ 2 ദിവസം നോമ്പെടുക്കൂലേ? അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ നബി പറഞ്ഞതാണ് തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത്. എല്ലാ തിങ്കളാഴ്ച നബി നോമ്പെടുത്തിരുന്നു. അല്ലെ? 1400 വർഷങ്ങളായിട്ട് എത്ര മുസ്ലിങ്ങളാണ് സഹോദരങ്ങളെ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത്, സുന്നത്ത് നോമ്പെടുക്കുന്നത്. അതെന്തുകൊണ്ടാണ്? നബി തിങ്കളാഴ്ചയാണ് ജനിച്ചു എന്നതുകൊണ്ടാണ്. അല്ലേ? അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ മാത്രമേ ഇസ്ലാമിൽ അഭിപ്രായ ഐക്യമുള്ളൂ, തിങ്കളാഴ്ച നബി ജനിച്ചു എന്നതിൽ. അതല്ലാതെ ഏത് കൊല്ലം ഏത് വർഷം എന്നുള്ളതിൽ യാതൊരു അഭിപ്രായ ഐക്യവുമില്ല. അപ്പോ ആ ഐക്യമുള്ള വിഷയം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിങ്കളാഴ്ച നോമ്പെടുത്തിരുന്നു. നബി തിങ്കളാഴ്ചയാണ് ജനിച്ചത് എന്നതുകൊണ്ടാണ് നബി തിങ്കളാഴ്ച നോമ്പെടുത്തത് എന്നതിന് അത് നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാവരും തിങ്കളാഴ്ച നോമ്പെടുക്കില്ല. എത്ര മുസ്ലിങ്ങൾ നോമ്പെടുക്കുന്നുണ്ട്.
അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സംഭവിച്ചു എന്നത് ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചത്. അന്ന് സഹാബത്ത് പൊട്ടിക്കരഞ്ഞു അല്ലെ. അന്ന് പല സഹാബികളും ഭക്ഷണം കഴിച്ചിട്ടില്ല. അന്ന് പട്ടിണിയായിരുന്നു. അപ്പോ ലോക ചരിത്രം ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാല് സഹാബത്ത് പട്ടിണി കിടന്നൊരു ദിവസം, ഭക്ഷണം കഴിക്കാത്ത ഏറ്റവും സങ്കടകരമായ ചരിത്രത്തിലെ ഒരു നിമിഷം എന്നത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. അന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത്. ഇന്നിവിടെ നേരെ തിരിച്ചാണ് സഹോദരങ്ങളെ. ഇന്ന് റബീഉൽ അവ്വൽ 12 ആൾക്കാർ തിന്നും മതിമറക്കാണ്. പക്ഷേ അന്ന് സഹാബത്ത് ഏറ്റവും കടുത്ത സങ്കടത്തിലൂടെയും ദുഃഖത്തിലൂടെയും കടന്നുപോയ ചരിത്രത്തിലെ നിമിഷമാണ് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച എന്നത്. അത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പഠിപ്പിച്ചത് അല്ലെ. ആ നബിക്ക് ശേഷം എത്ര സഹാബികൾ ജീവിച്ചു. നബി അങ്ങേയറ്റം സ്നേഹിച്ച സഹാബത്ത് അവരാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഒരു കാരക്കച്ചൊള പോലും സ്വതക്ക നൽകിയതായിട്ട്, ഒരു സ്വലാത്ത് പോലും അധികം ചെല്ലിയതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. ഖുലഫാഉർ റാഷിദുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരികളായിരുന്ന അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, ഇങ്ങനെ പേരെടുത്തു പറഞ്ഞ 10 സഹാബികൾ അല്ലെ. അവർക്ക് ശേഷം അതേപോലെ ഇസ്ലാമിക ഖലീഫമാര് സഹോദരങ്ങളെ അവരാരും ചരിത്രത്തിൽ ഇസ്ലാമിക ലോകത്ത് ഹിജ്റ 400 വരെ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചതായി ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. 400 ശേഷം ഫാത്തിമികളാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്ന സമ്പ്രദായം ചരിത്രത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയത്. അതിൽ നിന്നൊക്കെ വഴിമാറി അതൊക്കെ DJ പാർട്ടിയും പാട്ടിട്ടുകൊണ്ട് വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു, വലിയ കേക്ക് മുറിച്ച് അന്യമതസ്ഥരുടെ ആചാരങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുടമായും എന്റെ സമുദായം അനുകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പോലെ പുൽക്കൂട് കെട്ടി കേക്ക് മുറിച്ച് അല്ലെ ഉണ്ണിയേശുവിന് പകരം ഉണ്ണി മുഹമ്മദിനെ ഉണ്ടാക്കുന്ന ഒരു തരത്തിലേക്ക് ഈ ആഘോഷങ്ങൾ വഴിമാറിയിട്ടുണ്ട് സഹോദരങ്ങളെ. ഇതിലൊന്നും ഇസ്ലാമിനോ അതിന്റെ അധ്യാപനങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള പങ്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ 1-ാം ദിവസം മുതൽ വളരെ താക്കീത് നൽകിയ വിഷയമാണ് ഈ മതത്തിലില്ലാത്ത ആചാരങ്ങൾ, അല്ലാഹുവോ റസൂലോ പഠിപ്പിക്കാത്ത ആചാരങ്ങൾ ഏറ്റെടുക്കുകയോ പങ്കെടുക്കുകയോ അതിന്റെ പിന്നാലെ നടക്കുകയോ ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് നമ്മൾ താക്കീത് നൽകിയ വിഷയമാണ് അല്ലെ. മരിക്കുന്ന സന്ദർഭത്തിൽ പോലും മരണാസന്നനായി കിടക്കുന്ന ആ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകിയത് എന്താണ്? യഹൂദ നസാറാക്കള് അല്ലെ അവരുടെ ഈസാ നബിയുടെ വിഷയത്തിൽ ക്രിസ്ത്യാനികൾ അതിരുവിട്ടൽ പോലെ മുസ്ലിം സമൂഹം അതിരുവിടരുത് എന്ന് കൃത്യമായിട്ട് താക്കീത് നൽകിയത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അല്ലെ നിങ്ങൾ നസാറാക്കള് എന്ത് ചെയ്യരുത്, ഈസാ നബിയെ കാണിച്ചതുപോലെ നിങ്ങൾ എന്നെ ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് താക്കീത് നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു തരത്തിലും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ആഘോഷങ്ങളോ സമ്പ്രദായങ്ങളോ ഇസ്ലാമിന് അന്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനെ അറിയലാണ്, ആ പ്രവാചകന്റെ ജീവിതം അറിയലാണ്, ദീൻ പഠിക്കലാണ് അല്ലെ. ആ പ്രവാചകൻ കൽപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കലാണ്, അത് ജീവിതത്തിൽ പകർത്തലാണ്, അത് നെഞ്ചോട് ചേർത്ത് വെക്കലാണ്. അങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മൾ നബിനെ സ്നേഹിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ.